പാർട്ട് ചെയ്തു. ഈ മോഡലിംഗ് ആണെങ്കിൽ ഇപ്പൊ അസംബ്ലി ചെയ്യുവാണെങ്കിൽ ഞാൻ അസംബ്ലി ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലാകാത്തവർക്ക് ഇത് ഈ ഡ്രോയിങ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ എങ്ങനെ എടുക്കുന്നത് പറഞ്ഞുതരാം. ഈ അസംബ്ലി ആണെങ്കിൽ സ്റ്റാൻഡേർഡ് അതായത് നമ്മളെല്ലാം ലാണ് പാർട്സ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസംബ്ലിക്ക് ഒരു പ്രത്യേക ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അസംബ്ലിക്ക് വേറൊരു ഫയല് ഇവിടെ ഇങ്ങനെ കണ്ടോ, അസംബ്ലി 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവും. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മൾ പാർട്സിനെ എല്ലാം കോൾ ചെയ്തൊന്ന് അസംബ്ലി ചെയ്യും. ഇനി ശ്രദ്ധിച്ചിരിക്കുക പ്ലീസ്, കൺട്രോൾ എന്നിവിടെ തന്നെ നമുക്ക് കൊടുക്കുക. ഇവിടെ ഡ്രോയിങ്ങില് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. കുറെ കൊണ്ടോ നിങ്ങള് പണ്ട് ഗ്രാഫിക്സ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൻസി എടുക്കുക. ഇതാണ് നമ്മുടെ ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡ്രോയിങ് ഷീറ്റില് ആരാണ് ഇവിടെ വരച്ചെങ്കിൽ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു ടെംപ്ലേറ്റ്, സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് വന്നിരിക്കുന്ന ശ്രീപതി, ഇന്നത്തെ ഡേറ്റ് ഉണ്ട്, ഇവിടുത്തെ പേര്, ഇതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഈ ബേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതാ ഒരു പടം വരച്ച് വെച്ചേക്കുവാണ് അല്ലേ, പടം വരച്ച് വെച്ചിട്ട് ബേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഇവിടെ നിങ്ങൾ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് വരും. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ ഓറിയന്റേഷൻ ഫ്രണ്ട്, അതായത് ഈ പടത്തിന്റെ നമ്മൾ വരച്ചേക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ ആ ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ് അവിടെ നമുക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കറണ്ട് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടോ നമ്മുടെ ആ സ്ഥലത്ത് ആ ഡ്രോയിങ്ങിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ കറണ്ട് അങ്ങനെ നമുക്ക് വന്നു. ഇനി നിങ്ങൾ ഈ ബോട്ടം വ്യൂ ആണ് നമുക്ക് ആദ്യം വേണമെങ്കിൽ ടോപ്പ് വ്യൂ ഇങ്ങനെ വരും. നമുക്ക് ഏതുകൊണ്ടല്ല, നമുക്ക് മോസ്റ്റ്ലി എപ്പോഴും ഫ്രണ്ട് ക്ലിക്ക് ചെയ്യും. നമുക്ക് ഏകദേശം അറിയാമല്ലോ നമ്മുടെ ഒരു വരച്ചേക്കുന്ന ഫിഗറിന്റെ ഫ്രണ്ട് വ്യൂ ഇതായിരിക്കും ഒരുവിധം ബ്യൂട്ടിഫുൾ ഷേപ്പുള്ളതായിരിക്കും. ഈ അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഞാൻ സ്ക്രൂ ജാക്ക് എടുക്കാം. സ്ക്രൂ ജാക്കിന് സ്റ്റാർ അലൈൻമെന്റ് വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോൾ ശരിയാവുന്നില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോഴത്തേന് പെർഫെക്റ്റ്ലി ഒരു സാധനം നമുക്ക് അവിടെ വരും. ക്ലിയർ. സോ നമ്മൾ അവിടെ വന്നു. ഇതിനകത്ത് സ്കെയിലൊക്കെ നോക്കി, സ്കെയിൽ 1:1 എല്ലാം ഓക്കെയാണ്. സോ ഞാൻ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വന്നു. ഇനി ഈ ഫ്രണ്ടിന്റെ അവിടെ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റുവാണ്. കണ്ടോ, കർസർ സൈഡിലോട്ട് മാറ്റി കൊടുത്തു. അവിടെ നമുക്ക് സൈഡ് വ്യൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫ്രണ്ടിന്റെ അവിടെ താഴോട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ടോപ്പ് വ്യൂ ഉണ്ട്. താഴോട്ട് ജസ്റ്റ് കർസർ മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ടോപ്പ് വ്യൂ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഇത് ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ നമ്മൾ മാറ്റുവാണെങ്കിൽ 4 വ്യൂസ് വരും. ഇങ്ങനെ വരുവാണെങ്കിൽ ഐസോമെട്രിക് വ്യൂ കൂടെ വരും. ഐസോമെട്രിക് വ്യൂ നമുക്ക് വെക്കാം. മനസ്സിലാവും. ഐസോമെട്രിക് വ്യൂ ഇനി ഏകദേശം വരുന്ന കേസസ് ഉണ്ടെങ്കിൽ വെക്കണമെങ്കിൽ നോക്കാം. എനിക്ക് പക്ഷേ ഈ 3 വ്യൂസ് നമ്മൾ വെച്ചാൽ മതി. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ. അപ്പൊ ഇത്രയും വന്നതിന് ശേഷം ഇവിടെ വരെ വന്നിട്ടില്ലേ, ഞാൻ പറയട്ടെ, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ്, മനസ്സിലായോ? നമ്മളോട് തവണ കൺട്രോൾസിന്റെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചുവന്ന ഡോട്ട് കണ്ടില്ലേ, ഈ ഡോട്ട് പിടിച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റുകയൊക്കെ ചെയ്യും. കണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അത് കുറച്ച് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റുകയൊക്കെ ചെയ്യും. ഇനി ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴത്തെ വേണമെങ്കിൽ ഈ വ്യൂ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഈ ചുമന്ന ഡോട്ടിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് നമുക്ക് മാറ്റി വെക്കാം. സ്പേസ് കിട്ടാൻ വേണ്ടിയാണ്. മേളത്തെ നമുക്ക് കുറച്ചും കൂടെ പടം വന്നു കഴിഞ്ഞാൽ അടുത്ത എന്താ നമുക്ക് വേണ്ടത്, അനോട്ടേറ്റ്, അതായത് ഡയമെൻഷൻസ് വേണം. ഡയമെൻഷൻസ് ഈ പടത്തിൽ നമുക്ക്, അതായത് നമ്മളൊരു പടം വരച്ചു കഴിഞ്ഞാൽ അസംബ്ലി ആണ്, അതിന്റെ എല്ലാം ഒന്നും ചറപറ കൊടുക്കണ്ട. നമുക്കൊരു വ്യൂവിന്റെ അകത്ത് അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ നോക്കി അതിന്റെ ഓവറോൾ ഡയമെൻഷൻ എത്രയാണ്, അതിന്റെ വിഡ്ത് എത്രയാണ്, ഇത്രയൊക്കെ എല്ലായിടത്തുമായിട്ട് ഈ 3 വ്യൂസിലായിട്ട് കൊടുക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിവിടെ നോക്കി നമുക്കിവിടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഈ ലൈന് കണ്ടോ, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ ലൈനോടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ആ 2 എൻഡ് ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ താഴത്തെ ലെങ്ത് നമുക്ക് കിട്ടും 109. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒന്നും കൂടെ 109 അവിടെ നമ്മൾ D1 എന്നോ നിങ്ങൾ വേണം
ഇവിടെ കണ്ടോ ഇതിന്റെ ടൈറ്റിൽ ബ്ലോക്ക് ശ്രീപതി എന്നൊക്കെ കിടക്കുന്നത്. ഓക്കെ, നമുക്കത് നിങ്ങളുടെ ശ്യാമില് അല്ലെ രാകേഷ് അങ്ങനെ പേര് മാറ്റണമെങ്കിലേ നിങ്ങൾ ഇവിടെ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ടോ, ഷീറ്റ് അതില് ഈ ആൻസി എന്ന് പറഞ്ഞൊരു ഇത് കിടപ്പുണ്ട്. കേസ് ഉണ്ടോ, ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഈ ആൻസി ലാർസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്, ആൻസിസ് ഉണ്ട്. ഓക്കെ, അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് പേരുകളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ ആദ്യം ഇവിടെ കണ്ടോ ഈ ഓദർ എന്ന് പറഞ്ഞിടത്തുകൊണ്ട് ഞാൻ കർസർ വെച്ചു. ഓക്കെ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, ഞാൻ അവിടെ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഓദറിന്റെ അവിടെ മാറി ഞാൻ ആനന്ദ് വീഡിയോ ഞാൻ അറിയാതെ വന്ന ഞാൻ എന്റെ പേര് അർജുന ഉറപ്പ്. നമുക്ക് പേര് പിന്നെ ആ മെയിൻ ആയിട്ട് കമ്പനിയുടെ അവിടെ നമ്മൾ നോർമലി ഉണ്ടാവില്ലേ, നമ്മളിപ്പോ വരയ്ക്കുന്ന പടത്തിന്റെ പേര് കൊടുക്കും. അതായത് ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന ഏതാണ്, പാർട്ട് നമ്പർ അല്ലെ പാർട്ട് മോഡൽ 1. ഓക്കെ, ഇനി അടുത്ത പാർട്ട് മോഡൽ 2. ഇനി അസംബ്ലി വരുവാണെങ്കിൽ എന്താണ്, അസംബ്ലി ഫ്ലാഞ്ച് കപ്പിംഗ് അസംബ്ലി, അങ്ങനെ നമ്മൾ പേര് കൊടുക്കുക. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഡിറ്റ് ടെക്സ്റ്റ് വന്നു, എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുന്നതിന് അവിടെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് കൊടുക്കണം, പാർട്ട് മോഡൽ ക്യാപ്സ് കൊടുക്കുക, പാർട്ട് മോഡൽ. ഓക്കെ, ഇനി നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സേവ് ചെയ്യുക. അതായത് നിങ്ങൾ ഇവിടെ ഇപ്പൊ ചോദിക്കും, ഈ നമ്മളിപ്പോ എഡിറ്റ് ചെയ്തേക്കോ, നമ്മളിപ്പോ എവിടെ എഡിറ്റ് ചെയ്തത്, ആൻസി എന്ന് പറഞ്ഞ ആ ടൈറ്റിൽ ബ്ലോക്കിലാണ് എഡിറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ അകത്തോട്ട് തന്നെ സേവ് ചെയ്യാന്നാണ് ഇത് ചോദിക്കുന്നത്. സോ നമ്മൾ അത് ഈ ആൻസി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡീഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് കിടക്കും, നമ്മൾ അത് പറയണ്ട. നമുക്കിത് വേറെ ഒരു ഫോമിൽ സേവ് ചെയ്യാം. സോ ഇതിന്റെ അകത്ത് ആദ്യം സേവ് ആസ് എന്ന് പറഞ്ഞ് കൊടുക്കുക, സേവ് ആസ് പിന്നെയും കൊടുക്കുക, നോക്കിക്കേ ഇതിന്റെ അകത്ത് ഒന്നും മാറ്റമില്ല. നിങ്ങൾ ഈ താഴെ ഷീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഈ ഷീറ്റില് കണ്ടോ ഈ ആൻസി ഓപ്ഷൻ കിടപ്പുണ്ട്, ഇത് നിങ്ങൾ എടുത്ത് ഡിലീറ്റ് ചെയ്യണ്ടേ. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് മേളിൽ നിങ്ങൾ പോവാണെങ്കിൽ അവിടെ ഓൾറെഡി ആനന്ദ് വന്ന കിടപ്പുണ്ട്. ഈ ആനന്ദ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആനന്ദ് അത് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഞാൻ വന്ന് പറഞ്ഞു തരാം കുറച്ചും കൂടെ. ഓക്കെ, ഇവിടെ പോയി നമുക്ക് ഇതിനെ ഇനി വേറെ എല്ലാം ചെയ്യണം. ഇനി നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ താഴോട്ട് വന്നേ നമുക്ക് PDF ആയിട്ട് മാറ്റാം. സോ എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുക, PDF ഫയലിലോട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടെ നമ്മളൊരു സേവ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പാർട്ടിൽ സേവ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നുകൊണ്ട് സേവ് ചെയ്യുക. പാർട്ട് 1 സ്മൂ ജാക്കിന്റെ എല്ലാം മതി. അങ്ങോട്ട് വൃത്തിയിലേക്ക് ഇങ്ങനെ എല്ലാം ചെയ്യണം. ഓക്കെ, ഇനി